എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് ഞാൻ സുധിച്ചേട്ടനും അറിയാം, എനിക്കും അറിയാം, ആൾക്കാർക്ക് അറിയാം. പക്ഷെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ വാക്കിനെ മാനിച്ചാണ് ഞാൻ ഇതുവരെയായിട്ടും അത് പുറത്ത് പറയാതെ. ഇതുവരെ എന്നല്ല, എന്തിനാണ് വാവട്ടെ, അവരുടെയൊക്കെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അപ്പൊ അത് നമ്മൾ ചകഞ്ഞ് ഇപ്പൊ ആൾക്ക് പോലും താല്പര്യമില്ല. അങ്ങനെ എന്താ ഈ പ്രതിപാദിച്ച ആൾക്ക് പോലും താല്പര്യമില്ല. ആൾക്ക് ഒരു ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. അപ്പൊ ആൾ അങ്ങനെ ജീവിക്കുന്ന ആളുടെ ലൈഫിലോട്ട് നമ്മൾ എന്തിനാണ് വെറുതെ, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ സുധിച്ചേട്ടനാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇനിയും പറയാണ്, സ്റ്റാർ മാജിക് ഷോയിൽ ഞാനത് പറയാൻ വേണ്ടി വന്നപ്പോൾ സുധിച്ചേട്ടനാണ് വിലക്കിയത്. പറയണ്ട, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത്. സുധിച്ചേട്ടന്റെ വീട്ടുകാർക്ക് അറിയാം, എന്റെ വീട്ടുകാർ. അത് പെന്തിക്കോസ്തിന്റെ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു. വിവാഹം ആയതുകൊണ്ടാണ് പാസ്റ്റർ ഈ ആൾക്കാർ കമന്റ് വന്നത്. ഞങ്ങളെ വെറും കാമുകന്മാരായിട്ട് മാത്രം കാണരുത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമല്ലോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം, രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു മാസമൊക്കെ നിന്നിട്ടായിരിക്കും കല്യാണം. പുതുമോടിയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് 2 മാസം ആകുമ്പോഴായിരിക്കും രജിസ്റ്റർ. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്, കേട്ടിട്ടുള്ളത് അങ്ങനെ. അപ്പൊ കല്യാണോ? അത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ദൈവഹിതം ലഭിക്കുന്ന മുറയ്ക്ക് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭീഷ്ടം. ഇത് 1 മാസം പോലും നിന്നിട്ടില്ല, ഒരാഴ്ച പോലും നിന്നിട്ടില്ലാത്ത ഈ ബന്ധം എന്തിനാണ് രജിസ്റ്റർ? അത് വേണ്ട, അത് കഴിഞ്ഞ കാര്യമാണ്. എനിക്കും ഒരു ബന്ധമില്ല, ആൾക്കും ഒരു ബന്ധമില്ല, കഴിഞ്ഞ കാര്യം. ഇതാണ് ഇതിന്റെ കാര്യം. അതായത് അങ്ങനെ ഒരു വ്യക്തി 1 മാസത്തോളമേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളൂ. അത്രയും പോലും പോയിട്ടില്ല. വേറെ എന്തുകൊണ്ടാണ് 3.5 മാസം? 3.5 മാസം, 3.5 months. അദ്ദേഹം എപ്പോഴെങ്കിലും പിന്നീട് ബന്ധപ്പെടുകയോ? ഞാൻ ഒരു കോണ്ടാക്റ്റില് കണ്ടിട്ടില്ല, ഒന്നുമില്ല, ഒരു ബന്ധവും ഇല്ല ഞങ്ങൾ. ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. ആ വ്യക്തിയെ പല വ്ളോഗർമാരും തപ്പിപ്പോവുകയും അതായത് ആ വ്യക്തിയെ പല വ്ളോഗർമാരും തപ്പിപ്പോവുകയും മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത മഹാപാവികള്, ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? സ്വിമ്മിംഗ് പൂളിൽ ചെന്നാൽ അവിടെ, കുടുംബത്തില് എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെ അറിയാം. എന്റെ കോമൺ ഫ്രണ്ട് ആണ് ആ ചേച്ചി. ആ ചേച്ചി തന്നെ എന്റെ അടുത്ത് ഒരു ആളാണ് എന്നെ വിളിച്ചിട്ട്, ചേച്ചിയായിട്ട് ചേട്ടാ ആരായിരുന്നു കേട്ടു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് വ്ളോഗേഴ്സ് എല്ലാം വന്ന് ആളുടെ അടുത്ത് പറഞ്ഞ ആള് പറപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങേര് ഒരു നല്ല മനുഷ്യനോ അങ്ങനെ ആയിരിക്കും, നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കും അങ്ങേർക്ക് താല്പര്യമില്ല എന്നെ ക്രൂശിക്കാൻ. കാരണം ഉള്ളവർ ചെന്ന് പള്ളിയിൽ ചെന്ന് ചോദിച്ചോളൂ, നോക്കിക്കോളൂ. ഞാൻ എന്റെ പപ്പായുടെ പേര് തന്നെയാണ് ഇട്ടത്. എനിക്കറിയായിരുന്നു ഈ ബന്ധം നിലനിൽക്കത്തില്ലെന്ന്. എനിക്ക് നേരത്തെ അറിയായിരുന്നു, പുള്ളിക്കും അറിയാമെന്ന് തോന്നുന്നു. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു.